ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാഡ്മിന്റൺ പ്ലേയേഴ്സിന് അവരുടെ ബാഡ്മിന്റൺ കളിക്ക് ശേഷവും അല്ലെങ്കിൽ ബാഡ്മിന്റൺ ട്രെയിനിങ്ങിന് ശേഷവും ചെയ്യാൻ പറ്റുന്ന കുറച്ച് അപ്പർ ബോഡി കൂൾ ഡൗൺ എക്സസൈസുകളെ കുറിച്ചാണ്. ഇതിനു മുൻപ് കൂൾ ഡൗൺ എക്സസൈസുകളുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് കൂടുതലും ലോവർ ബോഡി പാർട്ടിന്റെ വീഡിയോസ് ആണ് ചെയ്തിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്പർ ബോഡി പാർട്ടിന് വേണ്ടിയുള്ള എക്സസൈസുകളാണ് കൂടുതലായും ഫോക്കസ് ചെയ്യുന്നത്. ബാഡ്മിന്റൺ കളിക്കുമ്പോൾ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു മസിലാണ് നമ്മളുടെ ഈ ഒരു ഡെൽറ്റോയിഡ് മസില്. ഇത് നമ്മൾ സ്മാഷ് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ ഒരു ബാക്ക് ഹാൻഡ് ഉപയോഗിക്കുമ്പോഴും എല്ലാ സ്ട്രോക്സിനും നമ്മൾ ഈ ഒരു മസിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടൈറ്റ് ആവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതിന്റെ ഒരു സ്ട്രെച്ച് ആദ്യമേ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ റൈറ്റ് ഹാൻഡ് ഇതേപോലെ ഹോൾഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഇങ്ങോട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. കൈ നന്നായിട്ട് താത്തി വെക്കുക, എന്നിട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അപ്പൊ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിൽ നല്ല സ്ട്രെച്ച് കിട്ടും. എല്ലാ എക്സസൈസുകളും നിങ്ങൾ ഒരു 20 to 30 സെക്കൻഡ്സ് എങ്കിലും ഹോൾഡ് ചെയ്യാൻ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം കിട്ടുകയുള്ളൂ. ആ മസിൽ ലൂസ് ആവണമെങ്കിൽ നമ്മൾ നന്നായിട്ട് സ്റ്റാറ്റിക് ആയിട്ട് സ്ട്രെച്ച് ചെയ്യണം. ഹോൾഡ് ചെയ്ത് സ്ട്രെച്ച് ചെയ്താൽ മാത്രമേ അത് ലൂസ് ആവുകയുള്ളൂ. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ഷോൾഡറിന്റെ എക്സ്റ്റേണൽ റൊട്ടേഷൻ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. അത് നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇതേപോലെ ഹോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. ഈ സ്ട്രെച്ച് ഒരു 20 to 30 സെക്കൻഡ്സ് എങ്കിലും ഹോൾഡ് ചെയ്യാൻ നോക്കുക. അടുത്തത് നമ്മുടെ ട്രൈസപ്പ് മസിലിന്റെ ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ആണ്. ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ആണ്. നമ്മൾ കൈ ഇതേപോലെ ഹോൾഡ് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് ഇതേപോലെ വെച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് നന്നായിട്ട് അതിനെ പുള്ള് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല സ്ട്രെച്ച് കിട്ടും. അതും ഒരു 20 to 30 സെക്കൻഡ്സ് ചെയ്യാൻ നോക്കുക. അടുത്തത് നമ്മുടെ ബൈസപ്പ് മസിലിനുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ആണ്. ഇത് നമ്മൾ എവിടെയെങ്കിലും ഇതേ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് ആ ഒരു മസിലിനെ സ്ട്രെച്ച് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമ്മളുടെ ഫ്രണ്ട് ഡെൽറ്റോയിഡും അതേപോലെ തന്നെ നമ്മളുടെ ബൈസപ്പ് മസിലിനും നല്ല സ്ട്രെച്ച് കിട്ടും. ബൈസപ്പ് മസിലിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്ട്രെച്ചും കൂടിയുണ്ട്. അത് നമ്മൾ ഈ ഒരു പൊസിഷനിൽ നമ്മളുടെ ഹാൻഡ് പ്ലേസ് ചെയ്തിട്ട് നമുക്കൊരു വോളിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പൊസിഷനിലോ ചെയ്യാം. ഹാൻഡ് ഇതേപോലെ പ്ലേസ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്വാട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ബൈസപ്പ് മസിലും അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഡെൽറ്റോയിഡിനും എല്ലാം നല്ല സ്ട്രെച്ചാണ് ലഭിക്കുന്നത്. ബാഡ്മിന്റൺ കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മസിൽസ് ആണ് നമ്മളുടെ ഫോർആം മസിൽസ്. അപ്പൊ അത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ബെഞ്ചിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. 20 to 30 സെക്കൻഡ്സ് എങ്കിലും ഹോൾഡ് ചെയ്യാൻ നോക്കുക. ഇതിനു ശേഷം ഈ ഒരു പൊസിഷനിലും സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനു മുൻപ് ലോവർ ബോഡി എക്സസൈസുകളുടെ ഒരു കൂൾ ഡൗൺ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. നിങ്ങൾ എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും ലോവർ ബോഡി എക്സസൈസുകളുടെ വീഡിയോയും രണ്ടും കൂടി കമ്പൈൻ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ട്രെയിനിങ് റുട്ടീനിലും അതേപോലെ തന്നെ ബാഡ്മിന്റൺ കളിക്ക് ശേഷവും അത് ചെയ്യാൻ നോക്കുക. ഇത് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. നല്ല ഫ്രഷ് ആയിട്ട് അടുത്ത ദിവസം ബാഡ്മിന്റൺ കളിക്കാൻ പറ്റും.